എയ്ഡഡ് സ്കൂളുകളോടുള്ള അവഗണനയ്ക്കെതിരെ KPSMA നടത്തിയ DDE ഓഫീസ് ധർണ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. എയ്ഡഡ് സ്കൂളുകളോടുള്ള അവഗണനയ്ക്കും അവകാശ നിഷേധങ്ങൾക്കും എതിരെയാണ് ധർണ നടത്തിയത്. കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ജില്ലാ പ്രസിഡന്റ് ഗോപികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ മണി കൊല്ലം മുഖ്യപ്രഭാഷണം നടത്തി. ഷിജോ ഗൗരി, മുഹമ്മദ് അഷ്റഫ്, പ്രകാശ് നാരായണൻ, KR വിജയൻ, മധുലാൽ എന്നിവർ സംസാരിച്ചു. ഗസ്റ്റ് ലെക്ചറേഴ്സിനെ വെച്ച് മുമ്പോട്ട് പോവുക എന്നുള്ള പതിവ് രീതിയിലേക്ക് അത് വരും. അതുകൊണ്ട് പഠിപ്പിക്കുന്ന ആളുകൾക്കോ പഠിപ്പിക്കാൻ നിർദ്ദേശിക്കുന്ന ആളുകൾക്കോ പഠിക്കുന്ന കുട്ടികൾക്കോ ഇതുകൊണ്ട് കാര്യമായിട്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. അതേസമയം ഒരു പെർമനൻ്റ് അപ്പോയിൻമെൻ്റ് ആണ് എങ്കിൽ കുട്ടികൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. 10 മാസക്കാലം പഠിക്കുന്നതിന് വേണ്ടി അവർക്ക് ലഭിക്കുന്ന സന്ദർഭങ്ങൾ പൂർണ്ണമായി വിനിയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ കരിക്കുലം കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അധ്യാപകർക്കുള്ള ഒരു ശ്രദ്ധയും വളരെ കൂടുതലുണ്ടാവും. പക്ഷേ ഇന്നിപ്പോൾ നാഥനല്ല കളരി എന്നുള്ള നിലയിൽ വിദ്യാഭ്യാസം മാറുന്നു എന്നാണ് ഒരു പൊതുവിമർശനം വരുന്നത്. ഞാൻ ആ പൊതുവിമർശനത്തിൽ സന്തോഷിക്കുന്ന ഒരാളല്ല. കാരണം കേരളത്തിൻ്റെ സ്വത്ത് എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസത്തിനകത്തുണ്ടാകുന്ന ചാഞ്ചല്യം നമ്മുടെ കുട്ടികളുടെ ഭാവിയെ രൂക്ഷമായി ബാധിക്കും എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം.